പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താ? സംഭവിച്ചിരിക്കുന്നത് സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ ചൂഷണത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകളിലൊക്കെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന ഒരു വനിതാ സംഘടനയുണ്ട്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നാണ് ആ സംഘടനയുടെ പേര്. ആ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ആ സംഘടനയെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. വിമർശന വിധേയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സംഘടന ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സംഘടനയോടുള്ള വിമർശനം നിലനിർത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. പക്ഷേ ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന കാര്യത്തിൽ, ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയ്ക്കുള്ള പങ്ക് നിസ്തുലമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന സജീവമായി പ്രവർത്തിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ തന്നെ രൂപീകരിക്കപ്പെടുകയില്ലായിരുന്നു എന്നുള്ള വസ്തുത ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, 2017 കേരളത്തിലൊരു പ്രമുഖ നടി അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവത്തെ തുടർന്നിട്ടാണ് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടന ഉണ്ടാവുന്നതും ആ സംഘടന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഹേമ കമ്മീഷനുടെ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറയുന്നതും ആ സമ്മർദ്ദത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് വിശദമായി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു. ആ കമ്മീഷൻ ഇപ്പോൾ 5 വർഷം സർക്കാർ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചെങ്കിലും കോടതിയുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിലൂടെ സിനിമാ രംഗത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സിനിമാ രംഗത്തിൻ്റെ ഈ പുറത്തെ തിളക്കത്തിനും ഈ പുറത്തെ പളപ്പിനുമൊക്കെ അകത്ത് സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ചൂഷണത്തിൻ്റെ വിഷയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിഭീകരമായിട്ടുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന ആ ഞെട്ടിക്കുന്ന കഥകൾ ജനങ്ങൾ അറിയാനിടയായി. ആരാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇന്ന് വിശദമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതെന്നൊക്കെ പറയുമ്പോഴും ഒരു ഘട്ടം വരെ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ഒരു മുന്തിയ നടി, ആ നടി ഈ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഒരു മൊഴിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായിരുന്നു ഈ നടി. എന്നു മാത്രമല്ല, 2014 നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ആദ്യമായി ഈ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിന് പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് ഇന്ന് മലയാള സിനിമാ രംഗത്ത് ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ആ നടി തന്നെയാണ്. അവരാണ് ഏറ്റവും പരസ്യമായി ഈ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത്. ആ നടിയുടെ പേര് ഞാനിവിടെ പറയുകയാണ്. ആ നടിയുടെ പേര് മഞ്ജു വാര്യർ എന്നാണ്. മഞ്ജു വാര്യർ. അവരെക്കുറിച്ചിട്ട് ഇനി ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ടെങ്കിലും ആമുഖമായി എനിക്ക് സൂചിപ്പിക്കേണ്ടത് അവരെൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അവർക്ക് എന്നെ പരിചയമുണ്ട്, എനിക്ക് അവരെയും പരിചയമുണ്ട്. ആ കാര്യമൊന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് ഈ നടിയാണ്. ഞാൻ പിന്നീട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയെ ആക്രമിച്ചു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രതിക്കെതിരെ അതിശക്തമായിട്ടുള്ള മൊഴി ഒന്നിലധികം തവണ
കീഴ്ക്കോടതിയിൽ ഈ മഞ്ജു വാര്യർ കൊടുക്കുകയുണ്ടായി എന്നും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വനിതാ അഭിഭാഷകയുടെ നിന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വളരെ ശരിയായിട്ടുള്ള രീതിയിലുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരു നടിയാണ് ഈ മഞ്ജു വാര്യർ. അവർ വളരെ ഷാർപ്പായിട്ടുള്ള മൊഴിയാണ് ഒന്നിലധികം തവണ ഈ കേസിൽ കൊടുത്തിട്ടുള്ളതും. ആ കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. പക്ഷേ ഇതേ നടി തന്നെ അവർ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ സ്ഥാപകാംഗമായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കണം. ആ നടി മഞ്ജു വാര്യർ അവർ ഹേമ കമ്മീഷന് കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ മൊഴി അവരാണ് കൊടുത്തത് എന്ന് പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ അവരാണ് കൊടുത്തത് എന്നാണ് എനിക്ക് ആധികാരികമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ കൊടുത്തിട്ടുള്ള ആ മൊഴി ഞാൻ പ്രാഥമികമായി തന്നെ സൂചിപ്പിക്കട്ടെ, സിനിമാ മേഖലയിൽ ചൂഷണവും പീഡനവും അനുഭവിക്കുന്ന നടിമാരെ എല്ലാം വഞ്ചിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അവരും ഒരു നടിയാണ്. ആ നടിയും പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ആ നടി അനുഭവിച്ച പീഡനത്തെക്കുറിച്ചിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള വിവരമുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി വിവരമുള്ള ആളാണെന്ന് ഈ മഞ്ജു വാര്യർക്ക് തന്നെ അറിയാം എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യരും പീഡനത്തിന് വിധേയയായിട്ടുള്ള ഒരു വനിതയാണ്. അതവർ സിനിമാ രംഗത്ത് നിന്ന് 10-12 വർഷം മാറി ആ സമയത്തല്ല, ഏത് കാലഘട്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരും പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ആ വനിത, ആ നടി ഈ ഹേമ കമ്മീഷന് കൊടുത്തതായി ഞാൻ മനസ്സിലാക്കുന്ന മൊഴി എന്ന് പറയുന്നത് പീഡനം അനുഭവിക്കുന്ന മുഴുവൻ, അല്ലെങ്കിൽ പീഡനം അറിഞ്ഞും അറിയാതെയും പീഡനം മൊഴി കൊടുത്തും മൊഴി കൊടുക്കാതെയും ഒക്കെ നിശബ്ദമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് നടിമാരെയെല്ലാം വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് എന്നത് സംബന്ധിച്ച് എനിക്ക് യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ. ഏറ്റവും തമാശ എന്താണ്, അതങ്ങനെയുള്ള ഒരു വിധി, ഒരു മൊഴിയാണെന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹേമ കമ്മീഷനു തന്നെ ഇവരുടെ മൊഴിയെ പരമപുച്ഛമാണ് എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 135-ാമത്തെ പേജിൽ 268-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു 4-5 സെന്റൻസ് ഉണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചിട്ട് തർജ്ജമ ചെയ്യാം. ഇറ്റ് വാസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് an actress who was getting a lot of offers from several sources earlier to formation of WCC stopped getting offers from movies for which she should have been considered normally. അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയ ഒരു നടി വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ രൂപീകരണത്തിന് ശേഷം അവർക്ക് സാധാരണഗതിയിൽ കിട്ടുന്നത്ര അവസരങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അവരുടെ അടുത്ത സെന്റൻസ് കേട്ടോണം, ഓൺ ആൻ അനാലിസിസ് ഓഫ് വാട്ട് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ബിഫോർ us, ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഞങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, വി ആർ കൺവിൻസ്ഡ് ദാറ്റ് members of the WCC are generally not considered for working in cinema for the mere reason that they are members of WCC who protested against atrocities in cinema. അതായത് ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയ വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് ബോധ്യമായത്, വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ അംഗങ്ങളായിട്ടുള്ള വനിതകൾ സിനിമയിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ട് ആ വാചകങ്ങളുടെ എല്ലാ അടിയിൽ അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന അടുത്ത സെൻറ്റൻസ്, അടുത്ത വാചകം വളരെ ക്രിപ്റ്റിക്കാണ്. ദ ഓൺലി മെമ്പർ ഓഫ് WCC who is getting several offers in cinema is the founder member of WCC about whom I have already discussed above. അതായത് WCC
യുടെ സ്ഥാപകാംഗമായി ഇരുന്നിട്ടും ഇപ്പോഴും സിനിമയിൽ അവസരം ലഭിക്കുന്ന ഒരേ ഒരു നടിയെ കുറിച്ചിട്ട് ഞാൻ മുകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. The only member in WCC who is getting several offers in cinema is the founder member of WCC about whom I have already discussed above. എന്നിട്ട് അവർ പറയുന്നു, എന്നിട്ട് കമ്മീഷൻ പറയുന്നു, she is the only one woman, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണം, she is the only one woman who stated repeatedly that there is no problem for women in cinema and that she had not even heard about any sexual harassment on any women in cinema etc., which is far from truth. വളരെ നിർണായകമായിട്ടുള്ള വാചകമാണ്. അതായത് ഈ ഒരൊറ്റ നടി മാത്രമാണ് സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞത്. She is the only one woman who stated repeatedly that there is no problem for women in cinema and that she had not even heard about any sexual harassment on any women in cinema. അപ്പോൾ സിനിമയിൽ വനിതകൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീകൾ സിനിമയിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് താൻ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഈ നടി, അവരുടെ പേര് ഞാൻ പറയുന്നു, മഞ്ജു വാര്യർ, അവർ പറഞ്ഞത്. ദിസ് ഈസ് ഫാർ ഫ്രം ട്രൂത്ത്. ഇതിന് സത്യവുമായി പുലബന്ധം പോലുമില്ല എന്നാണ് കമ്മീഷന്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നടിക്കെതിരായി പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന്. രണ്ട്, നടി ആക്രമിച്ച കേസിൽ ആ നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തിട്ടുള്ളവരാണ് ഈ നടി. അങ്ങനെയുള്ള ഒരു നടി സിനിമയിലെ വനിതകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ടായ ഒരു കമ്മീഷന്റെ മുന്നിൽ വന്നിട്ട് സ്ത്രീകൾക്ക് സിനിമയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. റിപ്പീറ്റഡ്ലി സ്റ്റേറ്റഡ് എന്നാ പറയുന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് സിനിമയിൽ പീഡനമുണ്ടെന്ന് താൻ കേട്ടിട്ട് പോലുമില്ല. That she had not even heard about any sexual harassment on any women in cinema എന്ന് അവർ പറയുമ്പോൾ അത് അവരുടെ ഒരു അവസ്ഥ നമ്മളൊന്നാലും അവരുടെ ഒരു സുഹൃത്താണ് എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. പക്ഷേ അതിലെനിക്ക് ലജ്ജ തോന്നുന്നു, ലജ്ജ തോന്നുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവരെ സിനിമാ രംഗത്ത് ഇവർക്ക് പീഡനം ഏറ്റിട്ടുള്ളതിൻ്റെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പീഡനങ്ങൾ അനുഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു വനിത, സിനിമയിൽ നടന്ന ഒരു സ്ത്രീ പീഡനം സംബന്ധിച്ച് കോടതിയിൽ പോയി മൊഴി കൊടുത്തൊരു വനിത കമ്മീഷന്റെ മുന്നിൽ വന്ന് സ്ത്രീകൾക്ക് സിനിമയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും സിനിമയിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് താൻ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ എന്തൊരു സ്ത്രീയാണ് ഇവർ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊരു സ്ത്രീയാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള നടി? എന്നിട്ട് കമ്മീഷൻ പറയാണ്, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇഫ് ഹെർ എവിഡൻസ് ഈസ് അനലൈസ്ഡ്, അവരുടെ മൊഴി നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, വി ആർ പെർസ്വേർഡഡ് ടു ബിലീവ് ദാറ്റ് ഷീ ഈസ് ഡെലിബറേറ്റ്ലി നോട്ട് സ്പീക്കിംഗ് അഗൻസ്റ്റ് മെൻ ഓർ ദ ഇൻഡസ്ട്രി ഓൺലി ബിക്കോസ് ഓഫ് ഹെർ സെൽഫിഷ് മോട്ടീവ് നോട്ട് ടു ഗോ അറ്റ് ഔട്ട്സ്റ്റെഡ് ഫ്രം ദി മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ കമ്മീഷൻ തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. അവരുടെ മൊഴി വിശകലനം ചെയ്താൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അവർ സിനിമാ വ്യവസായത്തിലെ പുരുഷന്മാരെ കുറിച്ച് പറയാത്തത് അവരുടെ, അതായത് സിനിമാ വ്യവസായത്തിൽ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കാനുള്ള അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ്, അവരുടെ സങ്കുചിത ലക്ഷ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് സിനിമാ രംഗത്ത് ഒരു പീഡനവുമില്ല, സിനിമാ രംഗത്ത് സ്ത്രീ പീഡനം ഒന്നുമേ ഇല്ല എന്ന് ഈ വനിത പറയുന്നുണ്ടെങ്കിൽ അത് സിനിമാ രംഗത്തെ പുരുഷന്മാർക്കെതിരെ പറഞ്ഞ് സിനിമാ രംഗത്ത് നിന്ന് പുറത്തേക്കപ്പെടാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ് എന്നാണ് കമ്മീഷൻ പറയുന്നത്. നോ വാല്യൂ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു എവിഡൻസ് ഓഫ് സച്ച് ആൻ ആക്ട്രസ്. അത്തരം ഒരു സ്ത്രീയുടെ മൊഴിക്ക് ഒരു മൂല്യവും കൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് സിനിമയിൽ അവസരം കിട്ടാൻ, അവർക്കൊരു സൂപ്പർ സ്റ്റാർ ആകാൻ,
അവർക്ക് ശതകോടികൾ സമ്പാദിക്കാൻ വേണ്ടി സിനിമാ രംഗത്തെ ഒരു കൂട്ടം നരാധമന്മാരായിട്ടുള്ള പുരുഷന്മാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സിനിമാ രംഗത്തൊരു സ്ത്രീ പീഡനവുമില്ല എന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് താൻ കേട്ടിട്ടില്ല എന്നും ഈ സിനിമാ നടി പറയുമ്പോൾ ആ സിനിമാ നടിയുടെ സിനിമകൾ ജനങ്ങൾ കാണാതിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ വേണ്ടത്? ഞാൻ ആ വനിതയുമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ബന്ധം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ലജ്ജ തോന്നുന്നു, എനിക്ക് നാണക്കേട് തോന്നുന്നു ഈ ഈ ഈ ഈ വനിതയെക്കുറിച്ച്. ഇവരെക്കുറിച്ച് നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇവരിടയ്ക്ക് വെച്ച് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടുള്ള ബന്ധം അവർ വിച്ഛേദിച്ചു. കാരണം അവർക്ക് അവരുടെ സങ്കുചിത താല്പര്യം സംരക്ഷിക്കണ്ടേ, അവർക്ക് സ്ത്രീപീഡകരായിട്ടുള്ള പുരുഷന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണ്ടേ. അതിൽ പ്രധാനപ്പെട്ട ഒരു നടനുമായിട്ട് ഒരു സിനിമയെ അഭിനയിച്ചിട്ടുമുണ്ട്. അവർക്ക് കോടികൾ സമ്പാദിക്കണ്ടേ. അതിന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ആ സംഘടനയായിട്ടുള്ള ബന്ധം അവരൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിച്ഛേദിച്ചു. എന്ന് മാത്രമല്ല, ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലുള്ള അംഗങ്ങളായിട്ടുള്ള നടിമാരെല്ലാം AMMA എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുരുഷ കേസരികളുടെ ഒരു സംഘടനയുള്ള, അതിനെക്കുറിച്ചിട്ട് വേറെ വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ആ സംഘടനയിൽ നിന്നുള്ള അംഗത്വം രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പുരുഷ കേസരികളായിട്ടുള്ള നടന്മാർക്കൊപ്പം നിന്നത് രാജിവെക്കാതിരുന്നതും ഈ മഞ്ജു വാര്യർ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, അവരെ കാണുന്ന ആ പണി പ്രേക്ഷകരും അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. കാരണം സിനിമാ രംഗത്ത് വന്ന് പീഡനം അനുഭവിക്കുന്ന അതിഭീകരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാകുന്ന സ്ത്രീകളുടെ കണ്ണീര് വിറ്റ് ജീവിക്കുകയാണ് ഈ നടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവരെ നമ്മൾ ബഹിഷ്കരിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്.